ഹലോ. അപ്പൊ നമ്മുടെ ഏതോ ജന്മ കൽപ്പന പുത്തൻ പ്രൊമോലുണ്ടല്ലോ. നമ്മുടെ അശ്വിൻ ഇങ്ങനെ ഓഫീസിൽ പോകാൻ റെഡി ആകുമ്പോൾ നമ്മുടെ ശ്രുതിയും കൂടെ റെഡി ആവുന്നുണ്ട് കേട്ടോ. അപ്പൊ നമ്മുടെ അശ്വിൻ പറയും, നീ എന്തിനാ എങ്ങോട്ട് ഈ എഴുന്നള്ളി വരുന്നേ എന്നൊക്കെ ചോദിക്കുമ്പോൾ നമ്മുടെ ശ്രുതി പറയും, ഓ നിങ്ങൾക്കിപ്പോ സൗണ്ട് തിരിച്ചു കിട്ടിയല്ലോ, പിന്നെ ഇനി എന്നെ ആവശ്യമില്ലല്ലേ, ഇനി നിങ്ങൾക്ക് എന്നെ കാണാൻ എത്രയ്ക്കും എന്താ പറയാ അറപ്പാണല്ലേ, ഇനി നിങ്ങളുടെ മുന്നിൽ ഞാൻ വരില്ല എന്നൊക്കെ പറഞ്ഞ് നമ്മുടെ ശ്രുതി നമ്മുടെ അശ്വിന്റെ അവിടെ നിന്ന് വഴക്കിട്ട് പോകുന്നുണ്ട്. അപ്പൊ നമ്മുടെ അശ്വിൻ അതൊന്നും അത്ര മൈൻഡൊന്നും ആക്കുന്നില്ല. അപ്പുറത്താണെങ്കിലും നമ്മുടെ ശ്യാം ആ ഒരു ചരടുണ്ടല്ലോ, പൂജിച്ച ചരട്, അപ്പൊ അത് നമ്മുടെ മുത്തശ്ശി വഴി എങ്ങനെയും നമ്മുടെ അശ്വിന്റെ കയ്യിൽ എത്തിക്കണം എന്നാണ് ലക്ഷ്യം. അപ്പൊ അശ്വിന് നമ്മുടെ മുത്തശ്ശി കൊടുക്കുമ്പോൾ മുത്തശ്ശിയെ ആ ഒരു പിണക്കിക്കാതിരിക്കാൻ വേണ്ടി നമ്മുടെ അശ്വിൻ അത് കയ്യിൽ മേടിക്കുന്നുണ്ട്. അശ്വിൻ പറയുന്നുണ്ട്, ഞാനത് കയ്യിൽ കെട്ടുന്നില്ല, ഞാൻ പേഴ്സിൽ വെച്ചോളാം എന്ന് പറഞ്ഞ് പേഴ്സ് ഇങ്ങനെ തുറക്കുമ്പോഴത്തേക്കും പേഴ്സിന് ആ കീ വീഴുന്നുണ്ട് കബോർഡിന്റെ. അപ്പൊ നമ്മുടെ ശ്യാം ഇങ്ങനെ വിചാരിക്കുന്നുണ്ട്, ആഹാ അപ്പൊ അളിയൻ ആ കീ ഇങ്ങനെ കൊണ്ട് നടക്കുവാണല്ലേ കയ്യിൽ എന്നൊക്കെ പറഞ്ഞ് ഇങ്ങനെ നിൽക്കുന്നുണ്ട്. അതിനുശേഷം നമുക്ക് കാണുവാൻ സാധിക്കുന്ന വെച്ചാൽ നമ്മുടെ ശ്യാമല്ല അശ്വിൻ രാത്രി നമ്മുടെ അഞ്ജലിയെ വിളിക്കുക കേട്ടോ. അപ്പൊ അഞ്ജലിയെ വിളിച്ചിട്ട് എന്തൊക്കെയോ കാര്യങ്ങൾ തിരക്കുന്നുണ്ട്. അതിനുശേഷം നമ്മുടെ അശ്വിൻ ഇങ്ങനെ പറയുന്നുണ്ട്, ഓ ശ്രുതി അവിടെ ഇല്ലല്ലോ ചേച്ചിയുടെ അടുത്ത്, ചേച്ചിയുടെ അവിടെ ഉണ്ടായിരുന്നെങ്കിൽ ചേച്ചി പറഞ്ഞാൻ അറിഞ്ഞല്ലോ, അവളിപ്പോ എവിടെ പോയി എന്നൊക്കെ നമ്മുടെ രാത്രി ശ്രുതിയെ കാണുന്നില്ല എന്നിട്ട് ശ്രുതി അന്വേഷിക്കുന്ന ഒരു നിമിഷങ്ങൾ തന്നെയാട്ടോ കൂട്ടുകാരെ നമുക്ക് കാണുവാൻ സാധിക്കുന്ന കാഴ്ച. അപ്പൊ ഇനി എന്തായിരിക്കും നമ്മുടെ ശ്രുതിയുടെ ഉദ്ദേശം അല്ലെ. കുറച്ചു നേരം മാറിയിരിക്കുമ്പോഴത്തേക്കും അശ്വിൻ നമ്മുടെ ശ്രുതിയുടെ ആ ഒരു ശ്രുതിയോടുള്ള ഒരു പ്രണയവും ശ്രുതിക്കുള്ള ഒരു വിലയും ഒക്കെ മനസ്സിലായിക്കോളും. അത് മനസ്സിലാക്കിക്കാനും വേണ്ടി ആയിരിക്കും നമ്മുടെ ശ്രുതിയുടെ ലക്ഷ്യവും അല്ലെ. എന്തായാലും കാത്തിരുന്നതിനെ കാണുമ്പോൾ അടുത്തൊരു വീഡിയോ വരുന്നത് വരയ്ക്കും ഗുഡ് ബൈ.